ലോകവും മാറുന്നു, കാലവും മാറുന്നു, നമ്മളുടെ ജീവിത ചര്യകളൊക്കെ മാറുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം മാറുന്നു. അതിനനുസരിച്ച് നമ്മളിലേക്ക് വരുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മാനസികമായി വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്കുണ്ടോ? നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിനെ കുറിച്ച് ഇന്ന് ഒരുപാട് വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. തല മുതൽ കാല് വരെയുള്ള എല്ലാ മനുഷ്യന്റെ അവയവങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും അതിനെ പരിഹരിക്കുന്നതിനും വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടർമാരും എം ഡിമാരുമുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ടതായിട്ടുള്ള മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് നേടുന്നതിന് വേണ്ടി, നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് സൈക്കോളജി ആൻഡ് സൈക്യാട്രിസ്റ്റ്. ഇവിടെയാണ് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളും മനുഷ്യൻ ടോട്ടലി അടിമുടി അവന്റെ ഓരോ കാര്യങ്ങളും മാറുന്നതിനനുസരിച്ച് മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും കൈകാര്യം ചെയ്യാനോ അതിനെ റിക്കവറി ചെയ്യാനോ സാധിക്കാത്ത രൂപത്തിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളിലേക്ക് വരുന്ന ഓരോ ചിന്തകളും എന്നെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പഠിക്കേണ്ടത്. കാരണം എനിക്ക് ഒരു വസ്തു കാണണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, മുമ്പ് ഞാൻ എന്നിൽ അറിയിച്ച, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ അറിവുകളാണ് എൻ്റെ അടുത്ത് ഉണ്ടാവുക. ഈ അറിവുകൾക്ക് അനുസരിച്ചിട്ടേ എനിക്ക് അടുത്ത ലെവലിലേക്ക് അത് കണ്ട് മനസ്സിലാക്കി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നെഗറ്റീവായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നും അത് എന്നിലേക്ക് അപാര ഭയവും ദേഷ്യവും സങ്കടവും മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നിലേക്ക് വരും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മളിലേക്ക് വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുക. അപ്പം അങ്ങനത്തെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആദ്യമായി നമ്മൾ ഒരു സുഹൃത്തുമായിട്ടാണ് ആദ്യം സംസാരിക്കുന്നത്. എല്ലാതും കേൾക്കുന്ന, ഓപ്പൺ മൈൻഡോട് കൂടി എൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മൾ സംസാരിക്കണം. അതല്ല, ചില ആളുകൾക്ക് വീട്ടിലായിരിക്കാം, തൻ്റെ അച്ഛനായിരിക്കാം, തൻ്റെ അമ്മ ആയിരിക്കാം. ചില പെൺകുട്ടികൾക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് അച്ഛനോടും, അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്ക് ഉമ്മാനോടും നല്ല ഒരു റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ തൻ്റെ A to Z കാര്യങ്ങൾ തുറന്നു പറയുന്നതോടുകൂടി അവർക്ക് അവരുടെ ജീവിത അനുഭവം വെച്ച് അതിനെ ഷേപ്പ് ചെയ്തു കൊടുക്കാനും, അല്ലെങ്കിൽ തൻ്റെ കുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിലേക്കോ അല്ലെങ്കിൽ അതുമായി മനസ്സിനെ റീ എഞ്ചിനീയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിക്കാനോ സാധിക്കും. ഇവിടെ നമ്മൾ നിരന്തരം ഈ പ്രവർത്തനത്തിൽ മുഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുകയും നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ വലിയ ഒരു കുഴിയിൽ പോയി വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിന പ്രവൃത്തിയിൽ നിന്നും, നമ്മളുടെ രാവിലെ എണീറ്റ് നമ്മളുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്ന ആളുകളും വ്യത്യസ്തമായിട്ട്, നോർമലി ഒരു മനുഷ്യൻ ചെയ്യുന്നതിനപ്പുറം വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഏതൊരാളുണ്ടെങ്കിലും അയാൾ ഒരു കൗൺസിലറെയോ ഒരു തെറാപ്പിസ്റ്റിനെയോ കണ്ട് അവരുടെ പ്രോബ്ലങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് അവർ സാധാ ജീവിതത്തിലേക്ക് വരേണ്ടത് നിർബന്ധപൂർവമുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സഹായമുണ്ടെങ്കിലും എന്നുമായി ബന്ധപ്പെടുക. എൻ്റെ നമ്പർ താഴെ വരിക. നിങ്ങൾ ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ വരും ദിവസങ്ങളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതുമാണ്.